2 വർഷം മുൻപ് രാഹുലിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഷാഫി മിണ്ടിയില്ല. ഇരുവരും ഉറ്റ ചങ്ങായിമാർ. ഷാഫി രാഹുലിന് കുടപിടിച്ചുവെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ഷാഫിക്കെതിരെയുള്ള കഥകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഷാഫിയെ പിടിച്ചാൽ രാഹുൽ എവിടെ എന്നറിയാം. ഷാഫിയുടെ ഫോൺ പരിശോധിക്കണം. മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്തത് കോൺഗ്രസിന് മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണ്. ഹെഡ്മാഷും കൈപിടിച്ചവരുമെല്ലാം ജയിലിലാവാൻ പോവുകയാണ്. ഷാഫിയുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ചെയ്തത് തെറ്റാണെന്ന് ഷാഫി ഇതുവരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം കാര്യങ്ങൾ അറിയാമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം 2 വർഷങ്ങൾക്ക് മുന്നേ അറിഞ്ഞിട്ടും രാഹുലിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു നടന്നത് ആരാണ്? ഇതേ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഇവരൊക്കെ ചങ്ങായിമാരായി നടന്നുകൊണ്ട് രാഹുലിന്റെ എല്ലാ തല്ലുകൊളിത്തരത്തിനും, എല്ലാ തെമ്മാടിത്തരത്തിനും, എല്ലാ ലൈംഗിക വൈകൃതത്തിനും കൂട്ടുനിന്നിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. രാഹുലിന്റെ ഈ തെറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഷാഫി അതിനെ കുടപിടിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഷാഫി പറമ്പിലിന്റെ ഉത്തരവാദിത്വമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഷഹനാസ് തന്നെ ഇന്നലെ പുറത്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിലെ അവരിന്ന് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ ഒക്കച്ചങ്ങായിമാരുടെ കഥകൾ ഒട്ടനവധി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. യഥാർത്ഥ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തോട് ചോദിക്കുവാൻ തയ്യാറാവണം. ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് ഇതുവരെയായി തുറന്നു പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? ഇത് കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ സമുന്നതനായ നേതാവ് AI ടെക്നോളജിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം 28-ാം തീയതി, ഡിസംബർ 1-ാം തീയതിയാണ് KPCC പ്രസിഡന്റിനോട് 2-ാം തീയതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പത്രസമ്മേളനത്തിൽ 1-ാം തീയതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നവംബർ 28-ാം തീയതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി അയച്ചു. പക്ഷേ ഇവർ അത് പുച്ഛിച്ച് അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വരുന്ന സമയത്താണ് കോൺഗ്രസുകാരെ ഇത് ഗത്യന്തരമില്ലാതെ ഏറ്റെടുക്കേണ്ടി വരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.